വേതനവും ആനുകൂല്യവും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ആശമാർ തുടങ്ങിയ സമരം 49 ദിവസം കഴിയുകയാണ്. നിരാഹാരം ആരംഭിച്ചിട്ട് 11 ദിവസവും പിന്നിടുകയാണ്. നാളെ സമരത്തിന്റെ 50-ാം ദിവസമാണ്. അതിശക്തമായിട്ടുള്ള സമരത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ഇപ്പോൾ അവരുടെ നേതാവായിട്ടുള്ള മിനി മീഡിയയോടൊപ്പം ചേരുകയാണ്. നാളെ ഇപ്പോൾ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുടിമുറിച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും സമരം നാളെ? നാളെ 50-ാം ദിവസം. സർക്കാർ 50 ദിവസമായിട്ട് തെരുവിൽ കിടക്കുന്ന ആളുകളെ പരിഗണിക്കുന്നില്ല. ഞങ്ങൾ വളരെ ഏറ്റവും മിനിമമായിട്ടുള്ള ഡിമാൻഡാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കണ്ടു. ഉഷ്ണതരംഗമാണ്, ശ്രദ്ധിക്കണം, ആളുകൾ ശ്രദ്ധിക്കണം. മറ്റ് പക്ഷിമൃഗാദികളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 50 ദിവസമായി ഈ തെരുവിൽ ഈ ഉഷ്ണതരംഗത്തിൽ തന്നെ സത്യത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ അതിഭീകരമായ ചൂട് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ കിടക്കുന്ന ആളുകളെ തെല്ലും പരിഗണിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളെയും കൂടെ പരിഗണിക്കണം, ഈ ഉഷ്ണതരംഗത്തെ എങ്ങനെ അതിജീവിക്കണം എന്ന്. അപ്പോൾ അതുകൊണ്ട് അത് പറയാത്തൊരു കടുത്ത അമർഷമുണ്ട്. അപ്പം നാളെ ഞങ്ങളുടെ പ്രതിഷേധം അതിശക്തമായിരിക്കും. മുടി മുറിച്ചുകൊണ്ടുള്ള സമരമാണ്. ഈ സമരകേന്ദ്രത്തിൽ 100 കണക്കിന് ആശാവർക്കർമാർ മുടിമുറിക്കും. അത് സംസ്ഥാനമെമ്പാടും അത് വ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും നടക്കും. PHSC കേന്ദ്രീകരിച്ച് നടക്കും. അതോടൊപ്പം തന്നെ വീടുകൾക്കകത്തും സ്ത്രീകൾ മുടിമുറിക്കും നാളെ. ആ വൈകാരിക നിമിഷം കണ്ടെങ്കിലും സർക്കാർ അനുകൂലമായിട്ടുള്ള സമയം എടുക്കും. ഞങ്ങൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഗവൺമെന്റ് വേണ്ട ഇപ്പം സാധാരണ സമരങ്ങൾ പോലെ ഞങ്ങൾ പൊതുമുതൽ നശിപ്പിക്കണോ, തള്ളിക്കയറണോ? എന്താണ് ചെയ്യേണ്ടത്? അത് ചെയ്യാത്തതുകൊണ്ടാണോ? സർക്കാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പരിപാടികൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഞങ്ങൾ വളരെ സഹന സമരമാണ്. 50 ദിവസം സഹന സമരമാണ്. ഞങ്ങൾ അത് തുടരും. അതുകൊണ്ട് ഞങ്ങൾ സ്വയം ഇപ്പം നിരാഹാരം കിടക്കുന്നു. ഇവിടെ യാതൊരു നടപടിയില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. കഴിഞ്ഞ മാസം ജോലി ചെയ്ത ദിവസങ്ങളുടെ ശമ്പളം കിട്ടിയിട്ടില്ല. എന്നറിയാം, തുച്ഛമായ വേതനമാണ്. പക്ഷെ ആ തുച്ഛമായ വേതനം പോലും ആളുകൾക്ക് തരുന്നില്ല. സമരം ചെയ്തതിൻ്റെ പേര് തരുന്നില്ല. ഒരു നടപടിയില്ല. ചില ആളുകളെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു നടപടിയില്ല. അപ്പം ആളുകളെ ഇവിടെ സമരം ചെയ്യുന്ന ആളുകളെ ഇവിടെ ഇട്ട് കൊല്ലുക എന്ന് പറയുന്നതാണ് സർക്കാരിൻ്റെ നയം. അത് പിൻവലിക്കണം. അതെ, ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. നാളെ മുടിമുറിച്ച് സമരം ചെയ്യും. ഇവിടെ എത്താൻ കഴിയാത്തവർ ജില്ലാ കേന്ദ്രങ്ങളിൽ മുടിമുറിച്ചുകൊണ്ട് പ്രതിഷേധിക്കും. ഇത് കണ്ടെങ്കിലും തങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നേടിത്തരാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി നേരത്തെ ഈ പറയുന്ന പോലെ മിനി പറഞ്ഞതുപോലെ ഉഷ്ണതരംഗം ആണ്, അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോട് പ്രവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോലും അതിലൊരു വരി പോലും ഈ ആശമാരുടെ സമരത്തെ പറ്റി പറയാത്തതിന്റെ അമർഷം കൂടി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സമരവുമായിട്ട് ഈ വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള സമരമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം.